വസ്ത്രനിർമ്മാണ രംഗത്ത് പുത്തൻ സരണികൾ വെട്ടിത്തുറക്കുകയാണ് നെടുമ്പനയിലെ സമഗ്ര. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വസ്ത്രനിർമ്മാണം എന്ന ചെറിയ ആശയവുമായി തുടക്കം കുറിച്ച യൂണിറ്റ് ഇന്ന് കേരളത്തിലെ പ്രധാന വസ്ത്രനിർമ്മാതാക്കളാകാനുള്ള കുതിപ്പിലാണ്. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മിഷന്റെ സഹായത്തോടെ 2010 യൂണിറ്റ് ആരംഭിച്ചത്. 53 ജീവനക്കാരുമായി തുടങ്ങിയ യൂണിറ്റ് ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. 2 വർഷത്തിനിടെ സമഗ്രയുടെ പേര് വിദേശത്തും എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. ഗൾഫിലുള്ള ചില സ്കൂളുകളിലെ യൂണിഫോമുകളുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചിരുന്നു. ഇതിനകം സ്ഥലവും കെട്ടിടവും സമഗ്ര സ്വന്തമായി നേടി. 1,08,00,000 രൂപ മുതൽ മുടക്കിയാണ് യൂണിറ്റ് ആരംഭിച്ചത്. തുണി മുറിക്കുന്നത് മുതൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളാക്കി പാക്ക് ചെയ്യുന്നതുവരെ ഇലക്ട്രിക് മെഷീനുകളുടെ സഹായത്തോടെയാണ്. സമഗ്രയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് മാനേജ്മെന്റ് കമ്മിറ്റി നിലവിലുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. അടുത്തിടെ ഇവിടെ ശ്രീലങ്കയിൽ നിന്നുള്ള സംഘം സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ കേരളത്തിലെ പല സ്കൂളുകളിലെയും യൂണിഫോമുകൾ തയ്ച്ചു നൽകുന്നതിനായുള്ള ഓർഡർ സമഗ്രയെ തേടിയെത്തുന്നതായി മാനേജർ ജയലക്ഷ്മി പറഞ്ഞു. ഇവിടുത്തെ പഞ്ചായത്തിലുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ സംരംഭമാണ്. ഇവർക്ക് തിരുവനന്തപുരത്ത് ഒരു 3 മാസത്തെ ട്രെയിനിങ്ങും ATDCയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ നിഷിൻ്റെ ഇതിൽ സമഗ്രയിൽ വെച്ചും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആദ്യം തുടക്കത്തിൽ 43 പേരോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും കല്യാണം കഴിച്ചും യാത്രാ സൗകര്യം ബുദ്ധിമുട്ടുമൊക്കെ കാരണം കുറച്ച് പേരൊക്കെ അവർക്ക് സ്കൂൾ വർക്ക് യൂണിഫോമിൻ്റെയൊക്കെ വർക്കുണ്ട്. അതായത് ഞങ്ങൾ ലാപ്സ്റ്റാറിൻ്റെ ഷർട്ട്. കുണ്ടറ മണ്ഡലത്തെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന മണ്ഡലമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഹരിത കുണ്ടറ പദ്ധതിയുടെ ഭാഗമായി പഴയ തുണികൾ ശേഖരിച്ച് ശുദ്ധീകരിച്ചതിനു ശേഷം തുണിസഞ്ചികൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സമഗ്രയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രാമചന്ദ്രൻ പറഞ്ഞു. കുണ്ടറ മണ്ഡലത്തെ സമ്പൂർണ്ണ ശുചിത്വ മണ്ഡലമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹരിത കുണ്ടറ എന്ന പദ്ധതിക്ക് ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകളെ കാരി ബാഗുകളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് തുണി സഞ്ചി സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ച് കുടുംബശ്രീ മുഖാന്തരം ശേഖരിച്ച് അത് സ്റ്റെറിലൈസ് ചെയ്ത് തുണി സഞ്ചി തച്ച് നമ്മൾ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. വസ്ത്രനിർമ്മാണ മേഖലയിൽ മത്സരങ്ങൾ പൊടിപൊടിക്കുമ്പോൾ തങ്ങളുടെ കരവിരുതിൽ ജന്മമെടുക്കുന്ന നാപ്സ്റ്റാർ ഷർട്ടുകൾ വിപണിയിൽ സജീവമാക്കുകയാണ് സമഗ്രയിലെ സ്ത്രീ കൂട്ടായ്മ. ക്യാമറാമാൻ സജീവ് സൈൻലാബ്ദിനൊപ്പം രാജേഷ് ഇളമൺ, ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ.